പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ആ. കഴിഞ്ഞ ആഴ്ചേന്റെ അതിന് മുന്നിൽ വിഷുവിനെ കുറിച്ചായിരുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ചയില് നമ്മൾക്ക് പൂർവജന്മ സുഹൃതം മൂലം ഉണ്ടാകുന്ന സമ്പത്തുകള് ആ ഭഗവാനെ കുറിച്ച് സ്മരണ ഇല്ലാതാവുമ്പോൾ അത് നശിച്ചു പോകുന്നതാണെന്നും അത് ശാശ്വതമല്ലെന്നും സാധാരണ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ. അതുമൂലം നമ്മൾ അടുത്ത തലമുറ പിതൃക്കളെ ശപിക്കുമെന്നും എന്നാണ് പ്രഭുജി പറഞ്ഞത്. അതല്ലേ പ്രഭുജി? ഹരേ കൃഷ്ണ. തർജ്ജമാതി വളരെ സത്യം. ഹരേ കൃഷ്ണ. അവർക്ക് നമുക്ക് മോശം വേണ്ടത്. നമ്മുടെ ആ ഒരു അവർക്ക് മോശം ഹരേ കൃഷ്ണ. കോൺഷ്യസ്, ഈ ഒരു കോൺഷ്യസ് ആണ് നമുക്ക് വേണ്ടത്. ഇത് തന്നെയാണ് ശീല പ്രഭുപാദര് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു കോൺഷ്യസോടുകൂടി മുന്നോട്ട് പോകുന്നതിനെയാണ് എന്താ പറയുന്നത്, എന്താ ശരിക്കും പറയുന്നത്, ഈ ഒരു കോൺഷ്യസോട് മുന്നോട്ട് പോകുന്നതിനെ കൃഷ്ണ കോൺഷ്യസ്. കൃഷ്ണാവബോധം അഥവാ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറയും. ഹരേ കൃഷ്ണ. നമ്മള് ശ്രീമദ് മഹാഭാഗവതം എടുത്തു വെച്ചേര്, തൃതീയ സ്കന്ധം എടുത്തു വെച്ചേര്, 2ാമത്തെ ഭാഗമോ 20ാമത്തെ അധ്യായം എടുത്തു വെച്ചേര്. അപ്പൊ അങ്ങനെ നമ്മള് രണ്ട് വിഭാഗം, ഈ ലോകത്ത് രണ്ട് വിഭാഗം ആളുകളേ ഉള്ളൂ. മനുഷ്യര് രണ്ട് തരത്തിലേ ഉള്ളൂ. ഏതൊക്കെയാ? ഏതൊക്കെയാണ്? നിരീശ്വരവാദി, ഈശ്വരവാദി. ദൈവീക സമ്പത്തുള്ളതും, അതായത് ദൈവീക ഗുണങ്ങളുള്ളതും ഒരു ഭാഗം, അതിനെ നിഷേധിക്കുന്നവരും. ന്യൂട്രലായിട്ട് ആരുമില്ല. നമ്മള് ഇപ്പം ഒരു ഡിബേറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ രണ്ട് പേര് തമ്മിൽ ഒരു വാക്തർക്കമുണ്ടായി. കുറച്ചു പേര് ഒരാളുടെ പക്ഷത്ത് വരും, കുറച്ചു പേര് മറ്റൊരാളുടെ പക്ഷത്ത് വരും. ശരിയല്ലേ? ഇതില് മറ്റൊരു കൂട്ടരുണ്ട്, ഒന്നും മിണ്ടാതെ നിൽക്കുന്നവര്. ഇവരുടെ സ്റ്റാറ്റസ് കോ എന്തായിരിക്കും? എന്തായിരിക്കും? ഒന്നുകിൽ വിദ്വാനായിരിക്കും, അല്ലെങ്കിൽ മണ്ടനായിരിക്കും. അത് വേറൊരു സൈഡ്, അത് വേറൊരു വശം. അവിടുത്തെ സ്റ്റാറ്റസ് കോയില് ഞാൻ ഒന്നിനും ഇല്ല എന്നൊരു രീതിയിൽ, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? അദ്ദേഹം അത് തെറ്റായ ഒരു സന്ദേശമാണ്. ആർക്കും ന്യൂട്രലിൽ നിൽക്കാം, എങ്കിലും ഒരാളോട് അദ്ദേഹത്തിന് പക്ഷം തോന്നിയിരിക്കും. ആർക്കും ഒരിക്കലും ന്യൂട്രൽ ആവാൻ പറ്റത്തില്ല. കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ശരിയോ തെറ്റോ? അപ്പം മനുഷ്യരിൽ രണ്ടു തരം ആൾക്കാരേ ഉള്ളൂ. ദൈവീക സമ്പത്തുള്ളവൻ, അതിനെ നിഷേധിക്കുന്നവൻ. അതായത് ദേവന്മാർ എന്നറിയപ്പെടും ദൈവീക സമ്പത്തുള്ളവർ. അസുരന്മാർ അഥവാ ഡമൺസ് എന്നറിയപ്പെടും ദൈവ നിഷേധികൾ. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ശരിയായ ഇംഗ്ലീഷ് പരിഭാഷ, ഈ നിഷേധികൾ ഡമൺസിനെ, ആസുരിക സ്വഭാവമുള്ളവരെ റാസ്കൽസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഏകദേശം മനസ്സിലാവുമല്ലോ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത്. അവരിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ശ്രീമദ് ഭഗവത്ഗീതയുടെ 16ാമത്തെ അധ്യായം, ദേവാസുര വിഭാഗത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. എടുത്താട്ട്. ഹരേ കൃഷ്ണ. എടുക്കാം. ശ്ലോകം എത്രയാ? ശ്ലോകം ഞാൻ നോക്കട്ടെ. 16
16 16 തന്നെ എടുത്തു. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ. ആ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനേകം ചിത്തവിഭ്രാന്ത മോഹജാല സമാവൃത പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേഷു ച. വിവർത്തനം. ശ്രീല പ്രഭുപാദക്ക് ജയ്. ഇങ്ങനെ പലവിധം ആകാംക്ഷകളിൽപ്പെട്ട് വലഞ്ഞും വ്യാമോഹത്തിന്റെ വലയിൽ കുടുങ്ങിയും ഇന്ദ്രിയ സുഖങ്ങളിൽ അത്യാസക്തരായി അവർ നരകത്തിൽ വീഴുന്നു. എങ്ങനെയാണ് ഒരു ജനത നരകത്തിൽ വീഴുന്നു? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനേക ചിത്തവിഭ്രാന്ത മോഹജാല സമാവൃതാഹ പ്രസക്ത കാമഭോഗേഷു പതന്തി നരകെ ആശുചൗ. ഇങ്ങനെ പലവിധം ആകാംക്ഷകളിൽപ്പെട്ട് വലഞ്ഞും വ്യാമോഹത്തിന്റെ വലയിൽ കുടുങ്ങിയും ഇന്ദ്രിയ സുഖങ്ങളിൽ അത്യാസക്തരായി അവർ നരകത്തിൽ വീഴുന്നു. ഭോഗൈശ്വര്യ പ്രസക്താനാം. ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം വരുന്നുണ്ട്. ഏതാ? 2:44 എടുത്താട്ടെ. ഹരേ കൃഷ്ണ. ആ. ഭോഗൈശ്വര്യ പ്രസക്താനാം തയാപാഹൃത ചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധൗ ന വിധീയത്തെ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ. ഭൗതിക ഐശ്വര്യത്തിലും സുഖാനുഭവങ്ങളിലും അത്യുശക്തരായ ഭ്രാന്തരായവർക്കും ഭക്തിപൂർവം ഭഗവത് സേവനം നടത്താൻ വേണ്ടുന്ന നിശ്ചയദാർഢ്യം ഉണ്ടാവില്ല. ഭാവാർത്ഥം. സമാധി എന്നാൽ നിൽക്കട്ടെ, വായിക്കാം. ഭാവാർത്ഥം നമുക്ക് ഇതിന്റെ വായിക്കാം. അപ്പം ഒന്നുകൂടെ അതിന്റെ ട്രാൻസ്ലേഷൻ വായിച്ചാട്ടാ. ഭൗതിക ഐശ്വര്യത്തിലും സുഖാനുഭവങ്ങളിലും അത്യാസക്തരായവർക്കും ഇവകളാൽ പരിഭ്രാന്തരായവർക്കും ഭക്തി ഭഗവത് സേവനം നടത്താൻ വേണ്ടുന്ന നിശ്ചയദാർഢ്യം ഉണ്ടാവില്ല. ഹരേ കൃഷ്ണ. ഭൗതിക നേട്ടങ്ങളുടെ പുറകെ പോവുകയും അതിൽ പരിഭ്രാന്തരായവർക്കും ഭക്തിയുത സേവനത്തിൽ ശ്രദ്ധ പുലർത്താൻ സാധിക്കുന്നില്ല. അവർ ഇവിടെ എന്ത് ചെയ്യുന്നു? അവരെ സുധാമ ദ്വാരകയിൽ ഭഗവാന്റെ ദർശനവും കഴിഞ്ഞിട്ട് സുഹൃത്തിനെയും കണ്ടിട്ട് തിരിച്ചു വരിക. ഇടയ്ക്കുള്ളതൊന്നും പറയുന്നില്ല, കഥകളെല്ലാം അറിയാം. പക്ഷെ ഒന്നുകൂടി നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. സുധാമ തൻ്റെ ഗ്രാമത്തിലെത്തിയപ്പോൾ ആ ഗ്രാമത്തെ തിരിച്ചറിയുന്നില്ല. ഇത് തന്നെയാണോ എൻ്റെ ഗ്രാമം? ഇത് തന്നെയാണോ എൻ്റെ വീട് എന്ന് ചിന്തിച്ച് പരിഭ്രാന്തമായിട്ട്, മോഹജ്വാല പരിഭ്രാന്തമായിട്ട് നിൽക്കുമ്പം അയൽവക്കക്കാര് പറയും, ഹേ സുധാമ, നീ എന്താ ഇങ്ങനെ പകച്ചു നിൽക്കുന്നത്? നീ എന്താ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നത്? ഇത് നിന്റെ വീട് തന്നെ, ഇത് നിന്റെ ഭാര്യ തന്നെ. ഭാര്യ സർവാഭരണ വിഭൂഷിതയായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. ഭാര്യ വന്ന് സുധാമയും കൂട്ടിക്കൊണ്ടു പോകുമ്പം എല്ലാ വിശേഷങ്ങളും ഭാര്യ പറയുമ്പം സുധാമയുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്ന് നേരെ ഒരു ഓട്ടമാണ് തന്റെ പൂജാമുറിയിലോട്ട്. കൃഷ്ണ ഭഗവാനെ, ഞാൻ എന്തെല്ലാം വിചാരിച്ചിട്ടാണ് ഈ നടന്നു വന്നത്. അങ്ങയെക്കുറിച്ച് എന്തെല്ലാം ഞാൻ പരിഭ്രാന്തമായിട്ട് ചിന്തിച്ചു. ജീവിതത്തിൽ ഇത്രയേറെ സുഖസൗകര്യങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടേയില്ല. കൃഷ്ണ ഭഗവാനെ, ഈ സുഖസൗകര്യങ്ങളൊക്കെ അങ്ങേ ഓർമ്മിക്കാനുള്ളതാകട്ടെ. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അങ്ങേ ഓർമ്മിക്കാത്ത ഒരു ഘട്ടം ഉണ്ടാകരുതേ. സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. നേരത്തെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയിലെ മറ്റൊരു ശ്ലോകം, ശുചീനാം ശ്രീമതാം ഗേഹി. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ധനമുണ്ടായിക്കഴിഞ്ഞാൽ, പ്രശസ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ, സമ്പത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇതെല്ലാം
ഭഗവാന്റെ അഹൈതുകമായ കാരുണ്യം കൊണ്ടാണ് എന്നുള്ള ചിന്ത നമ്മളിൽ നിന്ന് വിട്ടുപോകരുത്. അപ്പൊ അങ്ങനെ പലവിധം ആകാംക്ഷകളിൽപ്പെട്ട് ഭോഗൈശ്വര പ്രസക്തമായിട്ട് വരുമ്പോൾ നമ്മൾ ജീവിത ലക്ഷ്യത്തെ നമ്മൾ മറന്നു പോകുന്ന. ഭാവാർത്ഥം ഒന്ന് വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. സമാധി എന്നാൽ ഉറച്ച മനസ്സ്. അല്ല, ഞാൻ പറഞ്ഞത് 16 ഭാവാർത്ഥം. 16 ആദ്യം വായിച്ച ശ്ലോകത്തിന്റെ ഇങ്ങനെ ഭാവാർത്ഥമാണോ അതോ വിവർത്തനം? ഇങ്ങനെ പലവിധം ആകാംക്ഷകളിൽപ്പെട്ട് വലഞ്ഞും വ്യാമോഹത്തിന്റെ വലയിൽ കുടുങ്ങിയും ഇന്ദ്രിയ സുഖങ്ങളിൽ അത്യാസക്തരായി അവർ നരകത്തിൽ വീഴുന്നു. ഭാവാർത്ഥം വായിച്ചോട്ടെ. അത് തന്നെ വായിക്കാനാ പറഞ്ഞത്. ആസൂര പ്രകൃതിക്കാരുടെ ധനാർജന തൃഷ്ണയ്ക്ക് അതിരില്ല, അതിന് അവസാനമില്ല. ഇപ്പോൾ തനിക്ക് എത്ര സ്വത്തുണ്ടെന്ന് കണക്കാക്കുകയും അത് കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള വഴികൾ ആലോചിക്കുകയുമാണ് അയാൾ. ധനം നേടാനായി എന്ത് അധാർമിക കൃത്യങ്ങളും നടത്താൻ മടിക്കില്ല. അയാൾ നിയമവിരുദ്ധമായ ഈ തൃഷ്ണ ശമിപ്പിക്കാനായി കരിഞ്ചന്ത നടത്തും. ഭൂമിയും കുടുംബവും വീടും ബാങ്ക് നിക്ഷേപവുമായി തനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുള്ളവയാൽ വശീകൃതനായി അയാൾ എപ്പോഴും അവയെ ഇനിയും മെച്ചപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. തന്റെ കഴിവിൽ അയാൾക്ക് ദൃഢവിശ്വാസമുണ്ട്. ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണം തന്റെ മുൻജന്മ സുഹൃതങ്ങളാണെന്നത് അറിഞ്ഞുകൂടാതാനും. തനിക്ക് അങ്ങനെ ധനം സമ്പാദിച്ചു കൂട്ടാൻ അവസരം കിട്ടിയെന്നല്ലാതെ അതിന് പിന്നിലുള്ള കാരണങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ടേയില്ല. കുന്നുകൂടിയ ഈ ധനമെല്ലാം തന്റെ പ്രയത്നഫലമാണെന്നാണ് അയാളുടെ വിശ്വാസം. അസുര സ്വഭാവിക്ക് സ്വന്തം പ്രയത്നശേഷി ഇല്ലാതെ കർമ്മനിയമത്തിൽ വിശ്വസിക്കാനാവില്ല. കർമ്മനിയമം പ്രകാരം ഒരാൾ ഉത്കൃഷ്ട കുലത്തിൽ ജനിക്കുന്നതും സൗന്ദര്യം, സമ്പത്ത്, വിദ്യാഭ്യാസം എന്നിവയിൽ മുന്നണിയിലെത്തുന്നതും ജന്മത്തിൽ ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. ഇവയൊക്കെ ആകസ്മികമായി വന്നു ചേരുന്നതോ അല്ലെങ്കിൽ തന്റെ കഴിവ് കൊണ്ട് നേടാവുന്നതോ ആണെന്നാണ് ആസുര സ്വഭാവികൾ കരുതുന്നത്. ജനങ്ങളുടെ സൗന്ദര്യത്തിലും വിദ്യാഭ്യാസത്തിലും മറ്റും കാണുന്ന വൈവിധ്യത്തിന് പിന്നിൽ ഏതെങ്കിലും നിശ്ചിത നിയമമുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. തന്നോട് എതിർക്കുന്നത് ഏതൊരാളും ശത്രുവാണ് അയാൾക്ക്. ആസുര സ്വഭാവികൾ അനേകം പേരുണ്ട്. ഓരോരുത്തരും മറ്റെല്ലാവരുടെയും വിരോധിയായിരിക്കും. ഈ ശത്രുതയ്ക്ക് ക്രമേണ ആഴം കൂടും. വ്യക്തികൾ തമ്മിലുള്ള വൈരം വർദ്ധിച്ച് കുടുംബങ്ങൾ തമ്മിലും പിന്നീട് വർഗങ്ങൾ തമ്മിലും ക്രമേണ രാഷ്ട്രങ്ങൾ തമ്മിലുമായി വളർന്നു വരും. അതുകൊണ്ടാണ് ലോകത്തിലെങ്ങും നിരന്തരം കലഹങ്ങളും യുദ്ധങ്ങളും നടമാടുന്നത്. ആസുര പ്രകൃതിയുള്ള ഓരോ മനുഷ്യനും വിചാരിക്കുന്നു മറ്റുള്ളവരെയെല്ലാം ബലി കഴിച്ചും തനിക്ക് സസുഖം ജീവിക്കാൻ കഴിയുമെന്ന്. തങ്ങൾ തന്നെയാണ് പരമേശ്വരനെന്ന് അസുരന്മാർ ചിന്തിക്കുന്നു. അത്തരമൊരു ഉപദേഷ്ടാവ് അനുയായികളോട് പറയും, നീ എന്തിന് മറ്റൊരിടത്ത് ഈശ്വരനെ തേടുന്നു? നീ തന്നെ ഈശ്വരനല്ലേ? നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഈശ്വരനിൽ വിശ്വസിക്കേണ്ട. ഈശ്വരനെ മറന്നേക്കൂ. മരിച്ചുപോയി ഈശ്വരൻ എന്നിങ്ങനെ തന്നെ പോലെയോ അധികമോ ധനവും സ്വാധീന ശക്തിയുമുള്ളവരായി വേറെ ചിലരെയും പതിവായി കാണുന്നുണ്ടെങ്കിൽ കൂടി അവർ തന്റെ നിലയിൽ എത്തിയിട്ടില്ലെന്നാണ് അയാളുടെ വിശ്വാസം. ഉത്കൃഷ്ട ലോകങ്ങളിലേക്കുള്ള പ്രയാണത്തെ സംബന്ധിച്ചാകട്ടെ യജ്ഞങ്ങളുടെ സാർത്ഥകതയെ അയാൾ നിരാകരിക്കും. തങ്ങൾക്ക് പ്രത്യേകമായൊരു യജ്ഞ പ്രക്രിയ കണ്ടുപിടിക്കാമെന്നും ഉപരിലോകത്തിലെത്താൻ ഉപയുക്തമായ ഒരു യന്ത്രം കണ്ടുപിടിക്കാമെന്നും ആസുര സ്വഭാവികൾ വിചാരിക്കുന്നു.
ഇതിനു പറ്റിയ ഒരു ഉദാഹരണമാണ് രാവണൻ. വേദഹിതങ്ങളായ യജ്ഞങ്ങളൊന്നും കൂടാതെ ഏതു ഉപരിലോകത്തിലും ചെന്നേറാൻ സഹായിക്കുന്ന സോപാനം പടുത്തുയർത്താൻ അയാൾ പരിപാടിയിട്ടിരുന്നു. ഇക്കാലത്തുമുണ്ട് യന്ത്രങ്ങൾ നിർമ്മിച്ച് ഉത്കൃഷ്ടമായ അന്യഗ്രഹങ്ങളിലെത്താൻ ശ്രമിക്കുന്ന അസുര പ്രാകൃതക്കാർ. സംഭ്രാന്തിയുടെ ഉദാഹരണങ്ങളാണിവർ. അറിയാതെ തന്നെ നരകത്തിലേക്ക് ഇക്കൂട്ടർ വഴുതി വീഴുകയാണ്. ഇവിടെ മോഹജാലം എന്ന പദം അർത്ഥവത്താകുന്നു. ജാലമെന്നാൽ വല. വലയിൽപ്പെട്ട മത്സ്യത്തെ പോലെയാണ് അവരുടെ സ്ഥിതി. പുറത്തു കടക്കാൻ കഴിയാതെ എന്ന സൂചന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അങ്ങനെ പുനരഭിജനനം, പുനരഭിമരണം, അങ്ങനെ ജനിച്ചും മരവിപ്പിച്ചും ജനിച്ചും മരപ്പിച്ചും ജനിച്ചും മരപ്പിച്ചും ആ ആസുരീക സ്വഭാവമുള്ളവരെ എന്ത് ചെയ്യും? ആസുരീക യോനികളിൽ പെട്ട് തന്നെ ഭഗവാൻ അവരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു കളി ഭഗവാൻ ചെയ്യും. അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞിരിക്കുന്നു. അപ്പം ഒരു മിനിറ്റ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഒന്നും കേട്ടില്ല ഞാൻ. നെറ്റ് ഇപ്പം ഇവിടെ ഇത്തരം ഒരു വിഭാഗം നോക്കൂ. എൻ്റെ സ്വത്ത്, എൻ്റെ ധനം, ഈ ശത്രുതയ്ക്ക് ക്രമേണ അപ്പം എല്ലാം എൻ്റെ സ്വഭാവം, എൻ്റെ ഗുണം കൊണ്ടാണ്, എൻ്റെ സമ്പത്ത് കൊണ്ടാണ്, എല്ലാം എന്നെ കൊണ്ട് സാധിക്കും എന്ന ഒരു വിഭാഗം. അത് മനുഷ്യരും തമ്മിലുള്ള ശത്രുത, അത് കഴിഞ്ഞ് കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത, പിന്നെ അത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ശത്രുതയായി വളരും. അതേസമയം അവർ മനസ്സിലാക്കുന്നില്ല, എല്ലാം ഭഗവാനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മളുടെ നിലനിൽപ്പ് തന്നെ. ആ ധാർമ്മികമായ രാജ്യത്തിൽ നിന്ന് കിട്ടുന്ന ധാർമ്മികമായ ആ ജലത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ് എന്ന് ആരും ചിന്തിക്കുന്നതേയില്ല. മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ? അപ്പൊ അവിടെ വരുമ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് എവിടെ ഗോവധം നടക്കുന്നുവോ, എവിടെ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നുവോ, അവിടെ ശാന്തിയും സമാധാനവും ഉണ്ടാകില്ല എന്ന് ശ്രീമദ് മഹാഭാഗവതം വ്യക്തമായി പറയുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും ആ കർമ്മത്തിന്റെ ഫലങ്ങളിൽ നിന്ന് നമുക്ക് ഓടി ഒളിക്കാൻ പറ്റില്ല എന്നർത്ഥം. നമ്മൾ പറയും നമുക്ക് പ്രവർത്തിക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രവർത്തികൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള ഒരു ഫ്രീ വിൽ, ഇൻഡിവിജ്വൽ ഫ്രീഡം, വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഫലങ്ങൾ നിർണ്ണയിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമേ ഇല്ല. നമുക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അതിൻ്റെ ശമ്പളം തീരുമാനിക്കുന്നത് നമ്മളല്ല, അത് അധികാരികളാണ് അധികാരികളാണ് തീരുമാനിക്കുന്നത്. ഭൗതികമായിട്ടും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ എത്ര സ്മാർട്ട്നെസ് കാണിച്ചു കഴിഞ്ഞാലും, എത്ര നല്ല രീതിയിൽ ജോലി ചെയ്തു കഴിഞ്ഞാലും അധികാരി ഒരു സംഖ്യ നിശ്ചയിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ആണോ അല്ലേ? ആ സംഖ്യ തീരുമാനിക്കാനുള്ള അധികാരം അവർക്ക്. നിനക്ക് വേണമെങ്കിൽ ജോലി ചെയ്താൽ മതി, അല്ലേ? ആണോ? അല്ലേ? അതെ പ്രഭു. അപ്പൊ അതുപോലെ ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അതിനുള്ള കർമ്മഫലം അത്
ഭഗവാനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നവര് മഹാഭാഗ്യവാന്മാരാണ്. കൃഷ്ണ എന്നൊരു വാക്ക് നമ്മുടെ നാവ് കൊണ്ട് പറയാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കൃഷ്ണ എന്നൊരു വാക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, സ്മരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഭഗവാന്റെ കണക്ക് പുസ്തകത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കും. നിസാരമല്ല കൃഷ്ണ എന്ന വാക്ക് നമ്മൾ പറയുന്നത്. എത്രയോ കോടി ജന്മങ്ങൾക്ക് ശേഷമാണ് കൃഷ്ണ എന്നൊരു വാക്ക് പറയാൻ നമുക്കൊരു ഗുരുവിനെ കിട്ടുന്നത്. ആ കൃഷ്ണനെ പറ്റി അറിയാൻ നമുക്കൊരു ഗുരുവിനെ കിട്ടുന്നു. ശേഷം കൃഷ്ണ എന്ന വാക്ക് നമ്മുടെ നാവിൽ നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ വില, ആ മൂല്യം ഭഗവാന് തന്നെ അറിയാം. അതുകൊണ്ട് കൃഷ്ണ എന്ന വാക്ക് ഏതൊരുവൻ ഉച്ചരിക്കുന്നുവോ അവരുടെ എല്ലാം പേരുകൾ ഭഗവാന്റെ പ്രത്യേകം കണക്ക് പുസ്തകത്തിൽ രജിസ്റ്റർ ഉണ്ടായിരിക്കും. അത് ആ കണക്ക് തീർച്ചയായിട്ടും ഭഗവാൻ സൂക്ഷിച്ചു വെക്കുകയും എവിടെയെങ്കിലും ഭഗവാൻ അത് എടുത്തു തരികയും ചെയ്യും. യാതൊരു സംശയവുമില്ല. ഈ ഒരു ബോധം, ഉത്തമമായ ബോധത്തോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സതതം എപ്പോഴും ദൃഢതമമായ വിശ്വാസത്തോടെ, എന്താണ് സതതം കൃത്യന്തോമം ഇതന്തച്ച ദൃഢവ്രതാഹ, ദൃഢമായ ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. അങ്ങനെയുള്ളവരിൽ നമസ്യന്തച്ച മാം ഭക്തിയ നിത്യയുക്ത ഉപാസത, അവരോടൊപ്പം ഞാൻ എപ്പോഴും കാണും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, തന്നെ ഉണ്ട്, ഭഗവാൻ കൂടെയുണ്ട്. കൂടെയുണ്ട്. ഈ കർമ്മഫലങ്ങളെ കുറിച്ച് രാമായണം പറയുന്നു. കർമ്മപ്രധാന വിശ്വകാരീരാഹ ജോജസ കരീസോ തസഫലശാഹ. ഈ ലോകത്ത് കർമ്മപ്രധാന വിശ്വകരീരാഹ ജോ ജസ കരീസോ തസഫലശാഖ. ഈ ലോകത്ത് പ്രവർത്തികൾ, കർമ്മം ചെയ്യുക എന്നുള്ളത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. പക്ഷേ അവരെല്ലാവരും തന്നെ പ്രവർത്തികളുടെ കർമ്മഫലങ്ങൾ നേരിടേണ്ടി വരും. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സമാധാനമറ്റതില്ല. അങ്ങനെ അവരെ അതിനനുസരിച്ച് വളർത്തിയെടുക്കാൻ, പൈശാചികമായ ഗുണങ്ങൾ തന്നെ വളർത്തിയെടുത്ത് അവരെ വീണ്ടും 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 നരകത്തിലേക്ക്, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അജം ചത്ത് ഗജമായി പിറക്കുന്നു. ശ്ലോകം അറിയാമോ? അജം ചത്ത് അജമായി പിറക്കുന്നു, നാരി ചത്ത് നരനായി പിറക്കുന്നു. പൂച്ചയായി പിറക്കുന്നു. കൂടാതെ പീഡിപ്പിച്ചിരുന്നു, മൃഗം ചത്ത് കൃമിയായി പിറക്കുന്നു. ഈശ്വരന്റെ വിലാസങ്ങൾ ഇങ്ങനെ, വിലാസങ്ങൾ ഇങ്ങനെ. ഈശ്വരന്റെ വിലാസങ്ങൾ ഇങ്ങനെ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ശരീരം എവിടെങ്കിലും അങ്ങ് പതിക്കും, അല്ലേ? ഇങ്ങനെ അനേകം 84 ലക്ഷം ജീവജാലങ്ങളിലൂടെ നമ്മള് മാറി മാറിയുള്ള യോനികളിലൂടെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയുമേതെന്നറിഞ്ഞില്ല. ഇനി കണ്ട തടിക്കൂ, ഈ കണ്ട തടിക്കും വിനാശവും ഇന്ന നേരമെന്തേതും അറിഞ്ഞില്ല. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവർ ചാകുമ്പോൾ
ചണ്ടകർമ്മങ്ങൾ ചെയ്തവർ ചാകുമ്പോൾ ചണ്ടാലകുലത്തിങ്കൽ കുലത്തിങ്കൽ പിറക്കുന്നു. അസുരന്മാർ സുരന്മാരായിടുന്നു, അമരന്മാർ മരങ്ങളായിടുന്നു. അജം ചത്തു ഗജമായി പിറക്കുന്നു, ഗജം ചത്തങ്ങജവുമായിടുന്നു. നരിചത്തു നരനായി പിറക്കുന്നു, നാരിചത്തുടൻ ഒരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങൾ ഇങ്ങനെ ദൈവമേ. കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിന്നത്രേ നേടുന്നു കർമ്മങ്ങൾ. സീമയില്ലാത്തോളം പല കർമ്മങ്ങൾ ഭൂമിന്നത്രേ നേടുന്നു ജീവന്മാർ. അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ അന്യലോകങ്ങളിൽ ഓരോന്നിൽ ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ. തങ്ങൾ ചെയ്തോരു കർമ്മങ്ങൾ തൻ ഫലം. അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ അന്യലോകങ്ങളിൽ ഓരോന്നിൽ ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ. എങ്ങനെ? എന്ത് ഭുജിക്കുന്നു? എന്താ ഭുജിക്കുന്നേ? കർമ്മഫലങ്ങൾ. തങ്ങൾ ചെയ്തോരു കർമ്മങ്ങൾ തൻ ഫലം. ആ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. അങ്ങനെ വീണ്ടും ഗരുഡ പുരാണം പറയുന്നു, ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ടന്തി രാജസാഹ, ജഗന്യ ഗുണപ്രവൃത്തിസ്ഥ അധോ തിഷ്ടന്തി താമസാഹ. അപ്പം സ്വാർത്ഥിക ഭാവത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ജീവിതത്തിന്റെ ഉയർന്ന തലത്തിലേക്ക് നമ്മൾ പോകുന്നു. അതേസമയം രാജസ മനോഭാവങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ ജീവിതത്തിന്റെ ഈ മധ്യമേഖലകളിലൂടെ പോകുന്നു. താമസ പ്രവൃത്തിയിൽ ചെയ്യുന്ന വിഭാഗം താഴോട്ട് വീണ്ടും വീണ്ടും പതിക്കുകയും ചെയ്യുന്നു. ഈശ്വരന്റെ വിലാസങ്ങൾ ഇങ്ങനെ. അതേസമയം നമ്മൾ ചെയ്ത ആ പാപങ്ങൾ, കർമ്മഫലങ്ങൾ, പാപം നമ്മളെ എവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും അവിടുന്നെല്ലാം നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. നിങ്ങളുടെ പാപം നിങ്ങളെ തന്നെ കണ്ടെത്തും. യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് വന്ന് പെട്ടുപോകും. എത്രയെത്ര ഉദാഹരണങ്ങളാണ്, എത്രയെത്ര ഉദാഹരണമാണ്. ഒരിക്കലും നമുക്ക് ആ പാപ കർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനേ സാധിക്കില്ല. നമുക്ക് പ്രത്യക്ഷമായ ഒരു ഉദാഹരണം നമുക്കറിയാൻ സാധിക്കും രാമായണത്തിലൂടെ. ദശരഥനെ തന്നെ അറിയാതെ ചെയ്ത ഒരു പാപം, ആ പാപത്തെ എല്ലാം മറന്ന് മുന്നോട്ട് പോയി വിവാഹവും കഴിച്ച് പുത്രന്മാരും ഉണ്ടായി. ആ പുത്രൻ രാജാവാകാനും തീരുമാനമായി. ആ നല്ല മുഹൂർത്തം വന്നു. അതേസമയം അതോടൊപ്പം തന്നെ ആ രാജാവ് അറിയാതെ ആ കർമ്മഫലവും ആ ബീജവും വളർന്ന് 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 അയോധ്യ പരിസരത്ത് ദശരഥന്റെ മുറ്റത്ത് തന്നെ വന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യങ്ങൾ. അവസാനം എന്താ? ദശരഥ പുത്രദുഃഖം എന്താണെന്ന് അത് അനുഭവിച്ചേ അറിയാൻ സാധിക്കുകയുള്ളൂ. ദശരഥ, ഈശ്വരനെ നമുക്ക് ഒരിക്കലും, ഭഗവാനെ നമുക്ക് കേട്ട് അനുഭവിക്കുക എന്നുള്ളതല്ല, ഫിസിക്കലി നമുക്ക് അനുഭവിക്കണം. പാപം എങ്ങനെ അനുഭവിച്ചു അതുപോലെ തന്നെ ഫിസിക്കലി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഭഗവാനെ. അതിന് ദൃഢമായ ചിത്തത്തോടുകൂടി, ദൃഢമായ മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരുവന് മാത്രമേ ഭഗവാനെ നേരിൽ ഫിസിക്കലി നമുക്ക് അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. പാപം എത്രത്തോളം നമ്മൾ ഫിസിക്കലി അനുഭവിക്കുന്നുവോ അതുപോലെ തന്നെ നമുക്ക് ഭഗവാനെയും അനുഭവിക്കാൻ സാധിക്കും. അത് യാതൊരു സംശയവുമില്ല. ഇവിടെ ആ പുത്രദുഃഖം കൃത്യമായ സമയത്ത്, എത്രത്തോളം ഇപ്പൊ നമ്മൾ വിചാരിക്കും, ഇന്ന് അവന് ശിക്ഷയും കൊടുത്തില്ലല്ലോ, അവൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, അവൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നു, എന്നിട്ട് ഒരു കുഴപ്പമില്ല. നമ്മളതാ ചെറിയൊരു തെറ്റ് ചെയ്താൽ പോലും എന്ത് പറയും? ചെറിയൊരു തെറ്റ് ചെയ്താൽ പോലും അപ്പോഴപ്പോ ശിക്ഷിക്കും.
നമുക്ക് ശിക്ഷ വരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, രാവിലെ വായിക്കുന്നുണ്ട്, വൈകിട്ട് വായിക്കുന്നുണ്ട്, സത്സംഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, വെളുപ്പാങ്കരത്ത് പങ്കെടുക്കുന്നുണ്ട്. ആദ്യകർത്ത പ്രഭു എത്രയും വിളിക്കും, അന്നേരം എല്ലാം ഞങ്ങൾ പോകുന്നുണ്ട്. ആ ആ എന്നാലും നമുക്ക് ജീവിതത്തിൽ ആ ആ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട്. ഇങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും വിലപിക്കുന്നു. സ്നേഹമുള്ളിടത്ത് ചെറിയ ചെറിയ തല്ലുകളും തലോടലുകളും ഉണ്ടാകും. സ്നേഹമുള്ളിടത്ത് ചെറിയ ചെറിയ തല്ലുകളും തലോടലുകളും ഉണ്ടാകും. അതേസമയം ഒരു വശത്ത് ആ പാപത്തെ വളർത്തി 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 വന്നിട്ട് ഇപ്പം ആ ഭഗവാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത്രത്തോളം വന്നിട്ട് അതിന്റെ സെൻസിറ്റീവ് മൊമെന്റിൽ ആ പാവം പുഷ്പിച്ച് പരിപക്വമായിട്ട് അത് അവിടെ പ്രയോഗിച്ചു കളയും. അതാണ് ദശരഥന് ജീവിതത്തിൽ സംഭവിച്ചത്. ഒരിക്കലും നമുക്ക് കർമ്മഫലങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ദൈവീകമായ സമ്പത്തോടു കൂടി കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചു. ഈ ജന്മം എന്ന് പറയുന്നത് നമുക്ക് തന്നെ വേണ്ടപ്പെട്ടതാണ്. നമുക്ക് തന്നെ നമ്മളെ തന്നെ രക്ഷപ്പെടുത്താനുള്ളതാണ് ഈ ജന്മം എന്ന് പറയുന്നത്. നമ്മളെ തന്നെ എങ്ങനെ നമ്മളെ തന്നെ രക്ഷപ്പെടുത്തും? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ, രാമ രാമ ഹരേ ശ്രീരാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്ര ജപത്താൽ അങ്ങനെ ജപിക്കുന്ന ഒരു കുടുംബത്തിന് എന്ത് ഗുണം ചെയ്യും? ആ കുടുംബത്തിൽ ഐശ്വര്യ സമ്പൽ സമൃദ്ധമായ ശാന്തിയോടെയും സമാധാനത്തോടെയും പോകാനുള്ള ഒരു വിശേഷത, ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയും ആ സാഹചര്യത്തിൽ വളരുന്ന ഒരു മറുതലമുറയ്ക്ക് തീർച്ചയായിട്ടും മാറി ചിന്തിക്കാൻ സാധിക്കുകയുമില്ല. അവരും അതേ മണം അനുഭവിച്ച് മുന്നോട്ട് പോകും. അതേ മണം അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നല്ല ശക്തമായ സ്വാത്വികമായിട്ടുള്ള നല്ലൊരു തലമുറയെ നമുക്ക് കിട്ടും. ആ തലമുറകൾ അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ മരണശേഷം നമ്മുടെ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യാൻ പോലും ആളില്ലാതെ വരുമ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന പേക്കൂത്തുകൾക്കെല്ലാം ഉത്തരം ആ സമയത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ദീനമായ രോദനത്തിലൂടെ, അതായത് ശരീരമില്ലാതെ പ്രേതമായി അലഞ്ഞ് വേദനയോടെ അവിടെയും ഇവിടെയും ഓടിക്കൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പം വളരെ സ്വാത്വികമായിട്ടുള്ള ഒരു ജനതയാണ് ഭഗവാൻ ബ്രഹ്മാവിലൂടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. നോക്കണം, ശ്രീമദ് മഹാഭാഗവതം ഞാൻ പറഞ്ഞു, ദ്വിതീയ സ്കന്ധം എടുത്തായിരുന്നു, 20-ാമത്തെ അധ്യായം എടുത്തായിരുന്നു, എടുത്തിരുന്നോ? 20-ലെ ലാസ്റ്റ് ശ്ലോകമാണോ സംശയമുണ്ട്. എടുത്തു വെച്ചായിരുന്നു? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 20-ാമത്തെ അധ്യായം 53-ാമത്തെ ശ്ലോകം എടുത്താട്ടെ. യോഗം സ്വസ്യാം ദേഹസ്യാം സം അദാതജ യത്തസമാധിയോഗരാധി തപോ വിദ്യാ വിരക്തുമത്. ഹരേ കൃഷ്ണ. English of Prabhuji's translation. Translation Jai Srila Prabhupada. To each one of these sons, the unborn creator of the universe gave a part of his own body
which was characterized by deep meditation, mental concentration, supernatural power, austerity, adoration, and renunciation. Hare Krishna. നോക്കൂ, ആരുടെ കൈ മലയാളം ഉണ്ടോ? സ്വസ്യ ദേഹസ്യാം ശമദാതജഘ യത് സമാധി യോഗ ആർത്തി തപോ വിദ്യാ വിരക്തിമത്. ഹരേ കൃഷ്ണ. വായിച്ചേട്ടാ. വിവർത്തന ശ്രീല പ്രഭാത് കി ജയ്. ജന്മരഹിതനും ലോകത്തിന്റെ സൃഷ്ടാവുമായ ബ്രഹ്മാവ് അവർ ഓരോരുത്തർക്കും അഗാധമായ ധ്യാനം, മാനസികമായ ഏകാഗ്രത, പ്രകൃത്യാതീതമായ ശക്തി, തപസ്, ആരാധന, വൈരാഗ്യം എന്നിവകളാൽ സവിശേഷമാക്കപ്പെട്ട സ്വന്തം ശരീരത്തിന്റെ ഓരോ ഭാഗം നൽകി. നോക്കണം, എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? എന്നിവകളാൽ സവിശേഷമാക്കപ്പെട്ട സ്വന്തം ശരീരത്തിന്റെ ഓരോ ഭാഗം നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവീയ ഗുണത്താൽ ആർജിച്ചിരിക്കുന്ന, അതായത് മന്ത്രജപത്താൽ ആർജിച്ചിരിക്കുന്ന ഒരു ഗുണം, സവിശേഷ ഗുണമാണ് ബീജമായിട്ട് പുറത്തു വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത്രയും ഗുണങ്ങളോട് കൂടിയ മറ്റൊരു തലമുറയെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. ഇതുപോലെ ഒരു സൃഷ്ടിക്കാനാണ് നമ്മളെയും നിയോഗിച്ചിരിക്കുന്നത്. ഇത് ചെയ്തില്ലെങ്കിലോ നമ്മൾ എന്താകും? ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്താകും? നമ്മുടെ ഇഷ്ടം മാതിരി ജീവിക്കുമ്പോൾ എന്താകും? അതിനെന്താ പറയുന്നത്? തോന്നിവാസം. ആണോ അല്ലേ? ആണോ അല്ലേ? അതെ. തോന്നിവാസികൾ. ഇന്ന് വിവാഹം, ഇതിനെയാണ് യഥാർത്ഥത്തിൽ ഗർഭധാന സംസ്കാരം എന്ന് പറയുന്നത്. കലിയുഗത്തില് എന്താണ് ഈ വിശേഷങ്ങൾ, ഈ സവിശേഷമായ ഗുണങ്ങൾ ആർജിച്ചെടുക്കാനുള്ള കലിയുഗത്തിലെ പോംവഴികൾ എന്തൊക്കെയാണ്? പോംവഴികൾ, സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? 16 സംസ്കാരങ്ങൾ. അല്ലാതെ ഒരു സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പുറമെ വരും 16 സംസ്കാരങ്ങൾ. ഒരു കോമൺ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ ഇതം പ്രഥമമായി ചെയ്യേണ്ട കർത്തവ്യം എന്താണ്? ഇത്തരം ഗുണങ്ങൾ ആർജിച്ചെടുക്കാൻ 16 മാല ജപിക്കുക, സസ്യഭുക്കാവുക, ഭഗവാന്റെ നിവേദ്യം ചെയ്യുക, ആ നിവേദ്യം ഭുജിക്കുക. ഇല്ലേ? ശരിയല്ലേ? ആണോ അല്ലേ? ചതുർവിധ ഭക്തിയാമ. അപ്പം അത്തരം ഗുണങ്ങളിലൂടെ പോകുന്ന ഒരുവന് എങ്ങനെയാണോ ബ്രഹ്മാവ് ദൈവീക സമ്പത്താൽ ഉള്ള ഒരു ജനതയെ സൃഷ്ടിച്ചത്, അതുപോലെ ദൈവീക സമ്പത്താലുള്ള ഒരു ജനതയെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അതിനെയാണ് ഗർഭധാന സംസ്കാരം എന്ന് പറഞ്ഞത്. പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഷോഡശ സംസ്കാരമൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പം നമുക്ക് ഇതം പ്രഥമമായ കർത്തവ്യം ഇത്തരം സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇന്ന് വിവാഹം മത്സരമായിട്ട് മാറുന്നു. ഒരാള് തൻ്റെ മകന്റെ കല്യാണത്തിന് എന്നെ വിളിക്കുകയുണ്ട്. അതിനെ കൂടെ ചില വിശേഷങ്ങൾ പറയുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മത്സരം. 250 രൂപയുടെ ബിരിയാണി അല്ല മതി എന്ന് ഭർത്താവ് പറയുമ്പോൾ അത് പോരാ, ഒരു മകനേ ഉള്ളൂ, അതുകൊണ്ട് അതിലും വില കൂടിയ ബിരിയാണി വേണം, 600 രൂപയുടെ 700 രൂപയുടെയും ബിരിയാണി വേണം. കൊല്ലത്തെ കഥയാ പറഞ്ഞത്. ഒരു വലിയൊരു ഹാളില് നടക്കാൻ പോകുന്ന ഒരു കല്യാണത്തിന്റെ വിശേഷത്തെ പറയുകയാണ്. ബിരിയാണി 250 രൂപയാണെങ്കിലും 600 രൂപയാണെങ്കിലും ആ മേശയിലെത്തുന്ന സംഭവം എന്താണ് സംഭവം? കോഴി. ദീനരോധനമാണ്. ഒരു പ്രാണിയുടെ ജീവനാണ് എന്നർത്ഥം. ആ ജീവന്റെ തുടിപ്പുകളാണ്
പാപത്തിന്റെ ഫലമാണ് അത് നമ്മുടെ മേശയിലെത്തുന്നത്, അത് നമ്മുടെ വയറിലെത്തും. ആലോചിച്ചു നോക്കണം എത്ര ക്രൂരമാണ്. അതുപോലെ തന്നെ ത്രിസന്ധ്യാസമയത്ത് നല്ലൊരു ജീവൻ കൊടുക്കുന്നത്, ഒരു ജീവിതം തുടങ്ങി വെക്കേണ്ട ആ ഒരു സമയം, ആ സമയത്ത് അവിടെ എന്തായിരിക്കും? മാംസങ്ങളുടെ ദുർഗന്ധമായിരിക്കും. ദുർഗന്ധമുള്ളിടത്ത് ഭഗവാൻ വസിക്കുമോ? ഇല്ല, ഒരിക്കലും. രാമായണത്തിലൂടെ പോകുമ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, യുദ്ധം ചെയ്യുമ്പോൾ അസുരന്മാര് ദേവന്മാരെ തുരത്തി ഓടിക്കാൻ വേറെ വഴിയില്ല. അവരെന്താ ചെയ്യുന്നത്? മാംസ കഷ്ണങ്ങൾ, എല്ലിൻ കഷ്ണങ്ങൾ, മലം എന്നിവയൊക്കെ വലിച്ചെറിയുമായിരുന്നു. അവർക്ക് വേറെ വഴിയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാരെ തുരത്തിയെടുക്കുക. അപ്പൊ ദൈവീക ചൈതന്യം ഇല്ലാതാകും ഇതിന്റെ എല്ലാം സാന്നിധ്യം എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഭാരതത്തിൽ ജനിച്ച നമ്മളുടെ മറ്റ് ഭൂഖണ്ഡങ്ങൾ പോകട്ടെ, പക്ഷെ ഭാരതം ആത്മീയതയുടെ നാടായിട്ടാണ് ഭഗവാൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. ഭാരത ഭൂഖണ്ഡം, ആ ഭൂഖണ്ഡത്തിൽ ജനിച്ച ഓരോരുത്തരുടെയും ഇതം പ്രഥമമായ കർത്തവ്യം എന്ന് പറയുന്നത്, ബ്രഹ്മാവിന്റെ സൃഷ്ടി പോലെ ബ്രഹ്മാവ് എങ്ങനെയാണോ സാത്വികമായിട്ടുള്ള ജനതയെ സൃഷ്ടിച്ചത്, അതുപോലെ സാത്വികമായിട്ടുള്ള പരിശുദ്ധമായ ഒരു ജനതയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ പിന്നീട് വന്ന നമ്മുടെ തലമുറയുടെയും ഇതം പ്രഥമമായ കർത്തവ്യം, ഒബ്ജക്റ്റീവ്. ദാസോഹം തവ കേശവ, ഭക്തിയുത സേവനത്തിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിന് ആവശ്യമായ ഒന്നാണ് തപസ്യ എന്ന് പറയുന്നത്. തപസ്യ എന്താ? തപസ്യ. ആ തപസ്യയുടെ 4 തത്വങ്ങൾ എന്തൊക്കെയാ? സത്യം, ശൗചം, ശൗചം. അത് ഭഗവത്ഗീത പറയുന്നുണ്ട്. സത്യം, ക്ഷമ, ശൗചം, അതടുത്ത് പറയുന്നുണ്ട്. ദയ. അപ്പൊ ആ ദയയുടെ അതിലെ തപസ്യ ഇവിടെ എടുത്തു പറയുന്നു 4 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് അവിഹിതമായ ലൈംഗിക ജീവിതം ഒഴിവാക്കുക. ആ ഭാവാർത്ഥത്തിൽ വരുന്നുണ്ട്. ഇപ്പൊ വായിച്ച ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ വരുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കാത്ത. അവിടെ മൈത്രേയ മഹർഷിയും വിതുരനും തമ്മിലുള്ള ശ്രേഷ്ഠരായ 2 ഭക്തന്മാർ തമ്മിലുള്ള സംഭാഷണമാണ്. പിന്നീട് വരുന്ന അധ്യായങ്ങളും അത് തന്നെയാണ്. അതിനടുത്ത 4-ാമത്തെ സ്കന്ധവും അത് തന്നെയായിട്ട് വരുന്നുണ്ട്. നല്ല രസമാണ് വായിക്കാൻ. ഇരുന്ന് അങ്ങ് വായിക്കണം. വെറുതെ രാവിലെയും വൈകിട്ടും എന്നുള്ളതല്ല, വിളക്ക് കൊളുത്തുമ്പോൾ മാത്രമല്ല. നമുക്ക് എപ്പോഴൊക്കെ വിശ്രമം കിട്ടുന്നുണ്ടോ ആ വിശ്രമമെല്ലാം ആനന്ദകരമാക്കി തീർക്കണം. എങ്ങനെ? ഈ ഭാഗവതത്തിലെ വരികളിലൂടെ നമ്മൾ പോകണം. നമ്മൾ ഇതിങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കണം. ഭാഗവതവുമായിട്ട് നമുക്ക് ഈ എന്താ പറയുന്നത്, ഇഴയടുപ്പമുള്ള അടുപ്പം അല്ലേ? ഇഴയടുപ്പം ഉണ്ടായിരിക്കണം എപ്പോഴും. അപ്പം അവിഹിതമായ ലൈംഗിക ജീവിതം ഒഴിവാക്കണം കുടുംബത്തിൽ. രണ്ടാമത്തത് മാംസഭക്ഷണം ഒഴിവാക്കുക. മൂന്നാമത്തത് ലഹരി വർജിക്കുക. മാംസം എവിടെയുണ്ടോ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടായിരിക്കും? മദ്യം ഉണ്ടായിരിക്കും. യാതൊരു സംശയമില്ല. ഇവ രണ്ടും പരസ്പര പൂരകമായിട്ടുള്ള ബന്ധമുള്ളവരാണ്. ഞാൻ മാംസം മാത്രമേ കഴിക്കുകയുള്ളൂ, മദ്യം കഴിക്കല്ല. തെറ്റാണ്. മാംസം ഉള്ളിടത്ത് തീർച്ചയായിട്ടും രണ്ടാമത്തെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കും, മദ്യം. യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. ഇത് രണ്ടും വരുമ്പോൾ മൂന്നാമത്തത് അറിയാതെ കൂടെ വരും, ചൂതുകളി, ഗാംബ്ലിംഗ്. ഇതെല്ലാം വരുമ്പോഴാണ് ആദ്യത്തെ ഒരു സംഭവം നമ്മുടെ കൂടെ വരുന്നത്, അവിഹിതമായ ലൈംഗിക ബന്ധം.
ഒരു കുടുംബം തകരാൻ ഇത്രയും പോരെ? 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 ആരും ഒന്നും വേണ്ട. അതെ അതെ പൂർണ്ണനാശം, എന്താ പൂർണ്ണനാശം, പറയാനൊരു ബുദ്ധിമുട്ട്? പൂർണ്ണനാശം. ഈ ഒരു 4 കാര്യങ്ങൾ മതി ഒരു കുടുംബം തകരാൻ. ഈ 4 കാര്യങ്ങൾ നമ്മൾ മുക്തിയായി കഴിഞ്ഞാൽ ഒരു കുടുംബം രക്ഷപ്പെട്ടു. യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. നമ്മൾ പറയൂ, ഇവരെല്ലാം മാംസം കഴിക്കുന്നുണ്ടല്ലോ, അവരുടെ കുടുംബങ്ങളൊക്കെ നല്ല രീതിയിലാണല്ലോ മുന്നോട്ട് പോകുന്നത്. പുറത്തുനിന്നുള്ള കാഴ്ചയല്ലേ, പുറത്തുനിന്നുള്ള കാഴ്ചയല്ലേ. ദശരഥനെ പോലെ അവസാനം വരെ നമുക്ക് കാത്തിരിക്കാം. ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമുക്ക് നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് ഈ മാർഗം പറഞ്ഞു തന്നത്. കൗന്ദയ പ്രതിയാനീഹി നമേ ഭക്യാ പ്രണശ്യതി. അർജുന, എന്റെ ഭക്തൻ ഒരിക്കലും നാശം സംഭവിക്കുകയില്ല. നമ്മൾ ചെയ്ത പാപപ്രവർത്തികളാണ്, അറിയാതെ ചെയ്തതാണ്. പക്ഷേ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. നിന്നെ ഈ പാപകർമ്മങ്ങളിൽ നിന്നെല്ലാം, പാപപ്രതികരണങ്ങളിൽ നിന്നെല്ലാം നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. എങ്ങനെ? 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 എങ്ങനെയാ? ഭഗവാനെ ശരണം ധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജഃ. ആ, എന്നെ നീ എന്റെ മുന്നിൽ എല്ലാം കളഞ്ഞിട്ട് എന്റെ മുന്നിൽ നീ സാഷ്ടാംഗം പ്രണമിക്കും. സാഷ്ടാംഗം പ്രണമിക്കും, മുട്ടുകുത്തിയല്ല, സാഷ്ടാംഗം നീ പ്രണമിക്കും. അവിടെ പരിപൂർണമായി നമ്മൾ ശരണാഗതി തേടി അവിടെ ഭഗവാൻ നമ്മുടെ തലയിൽ പിടിച്ച്, തലയിൽ ചവിട്ടി അനുഗ്രഹിച്ച് നമ്മളെ ഉയർത്തി എഴുന്നേക്കും. ആ ചവിട്ടലോടുകൂടി നമ്മുടെ പാപങ്ങളെല്ലാം മാറും. ഒരിക്കല് ശ്രീല പ്രഭുപാദര് ദീക്ഷ കൊടുക്കുന്നൊരു അവസരം, ചെറിയ ഒരു മുറി, ജനലുകളിലും വാതിലുകളും എല്ലാം അടച്ച് അവിടെ യജ്ഞം ആരംഭിക്കുകയായി. ആ യജ്ഞകുണ്ടത്തിൽ യജ്ഞത്തിനായിട്ടുള്ള സാമഗ്രികൾ ആ അഗ്നിയിലേക്ക് ഒഴിക്കുകയാണ്. അവിടെ ഈ പച്ച ആയിട്ടുള്ള പഴങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇത് പുകയും. അവിടെ മുഴുവൻ, ആ മുറി മുഴുവൻ പുകഞ്ഞു. എല്ലാവരും ചുമയ്ക്കാനും നീറാനും ഒക്കെ തുടങ്ങി. പ്രഭുപാദർ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. പ്രഭുപാദർ യജ്ഞം തുടങ്ങിക്കൊണ്ടേയിരുന്നു. ആ മുറി മുഴുവൻ പുകയാണ്. എല്ലാവരും ചുമയ്ക്കുന്നു, എല്ലാവരും വിശർക്കുന്നു. പക്ഷെ പ്രഭുപാദർ ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല. ആ യജ്ഞമെല്ലാം തുടങ്ങി, അത് കഴിഞ്ഞു. എന്നിട്ട് പ്രഭുപാദർ പറഞ്ഞു, ജനലുകളും വാതിലുകളും തുറന്നിടാൻ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ശുദ്ധരായി എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ശുദ്ധരായി. യജ്ഞത്തിലൂടെ മാത്രമേ നമുക്ക് ശുദ്ധി ഉണ്ടാകാൻ പറ്റുകയുള്ളൂ. കലിയുഗത്തിലെ യജ്ഞശുദ്ധി എന്താണ്? ഹരിനാമകീർത്തനം. ഹരിനാമകീർത്തനം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്ര യജ്ഞത്തിലൂടെ മാത്രമേ നമുക്ക് ശുദ്ധി എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഇതേപോലുള്ള പ്രഭുപാദർ കൊടുത്ത മന്ത്രദീക്ഷ പോലെയുള്ള യജ്ഞങ്ങളിലൂടെ മാത്രമേ നമുക്ക് ശുദ്ധി വരുത്താൻ ജീവിതത്തിൽ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു അന്തരീക്ഷം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. പറയാനുണ്ടോ? സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും കഴിഞ്ഞാഴ്ചത്തെ ഒരു സംശയമായിരുന്നു, സമയമില്ലാത്ത കാരണം വിട്ടു. എന്തായാലും സംശയം എന്നല്ല, അത് ക്ലാരിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത്